ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, ചെറുക്കനെ കൊണ്ടുവരട്ടെന്നേ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു. CC ക്യാമറ കണ്ടത് കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെന്നേ ആണിനെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെയാണ്. ഈ ഒരു എടുക്കേണ്ട എന്ന് വിചാരിച്ചാലുണ്ടല്ലോ, പുള്ളിക്കാരി എന്നിലൊക്കെ ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് ഇട്ട് തരും. അപ്പോൾ അത് ഇട്ട് തരുന്നുണ്ട്, നമുക്കത് എടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എടുക്കുകയും ചെയ്യും, റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇത് കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നത് മറ്റുള്ളവരൊക്കെ അതിൻ്റെ പ്രശ്നക്കാർ, പുള്ളി മാത്രം ഡീസൻറ്റ് എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് എടുക്കണമെന്നും ഇതൊന്ന് പറയണമെന്നും തോന്നിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക ഇവർ, അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഇവർ ഇങ്ങനെ ഒക്കെ കൊണ്ടുവന്ന് പറയാതിരിക്കുക. അതാണ് പറയാനായിട്ടുള്ളത്. അപ്പം രേണുവിൻ്റെ ഇതുവരെ റാസക്കൈമ എന്നുള്ള പരിപാടി വന്നിട്ടില്ല. ചെമ്പരത്തി റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് രേണു ഉള്ളത്. ആ റെസ്റ്റോറൻറ്റിൽ ഇന്നലെ ഒരു ഇതിരുന്ന് കണ്ടു, പുറത്ത് അത് പാർക്കിംഗ് ഉണ്ട്, ഇത് പാർക്കിംഗ് ഉണ്ട്. വൈകിട്ട് 6 മണി മുതൽ 2 മണി വരെ നമുക്ക് തിമിർക്കാം, ആടാം, പിന്നെ പോര് കള്ളുകൂടിയും തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെയൊക്കെ ഇതായതുകൊണ്ട് പ്രശ്നങ്ങളില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പുള്ളിക്കാരി അത് ഭയങ്കര ഇതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് പ്രശ്നമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇല്ലെന്നാണ് എനിക്കൊന്ന് വെളിയിലായിത്തൊന്നും പ്രശ്നമില്ലായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ അടിച്ച് കൂതറയാകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മെയിനായിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ പുള്ളിക്കാരി ഇട്ടൊരു വീഡിയോ ആണ്. ഇന്നലെ എനിക്കൊന്ന് വൈകിട്ട് പകൽ കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് ക്ഷീണമെല്ലാം മാറിയിട്ട് വന്നപ്പോഴായിരിക്കും ഈ ഒരു കണ്ടത്, ഹനാൻ്റെ ഒരു വിഷയം. ഹനാൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അതൊരാണാന്ന്. ആണല്ല, ഇതൊരു പെൺകുട്ടിയാണ് ഈ ഹനാൻ എന്ന് പറയുന്നത്. എല്ലാവരും ഹനാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, ഹനാൻ ആൺകുട്ടിയാണെന്ന് വിചാരിച്ചത്. ഇവരെയും കൂടെ ചേർത്തന്നു പറഞ്ഞേക്കുന്നത് ഹനാൻ ഒരു പെൺകുട്ടിയാണ്. അവരും ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം ഹനാനും രേണു പിന്നെ നമ്മുടെ നിമിഷ ബിജു ഇവരൊക്കെ ഭയങ്കര കട്ട കൂട്ടുകാരായിരുന്നു. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല രഹസ്യങ്ങളും അറിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ രേണു ആ സമയത്ത് ഇവരെയൊക്കെ അറിയിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ തമ്മിൽ എന്നത്തിനാണ് പിണങ്ങി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെനിക്ക് തോന്നുന്നത് ഇവരൊക്കെ തമ്മിൽ പിണങ്ങിയത് ഒന്ന് ആ സുധിച്ചേൻ്റെ മറ്റേ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയുടെ ഇതിന് ഇവരവിടെ കിടന്ന് ഡാൻസ് കളിച്ചാണ് ഒന്ന് കാരണം. അത് ഇഷ്ടപ്പെടാതാണ് നിമിഷ ബിജു. അവിടുന്ന് അതിനാണ് ആദ്യം റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ഹനാൻ എന്നാണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല, പുള്ളിക്കായിരിക്കും അത് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ഇതിപ്പം ഹനാൻ്റെ വിഷയം ഇത് ഓരോരുത്തരും എടുത്തിടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, രേണുവിനെ എന്നേലും പറയുമ്പോഴത്തേക്ക് ഞാൻ കേസ് കൊടുക്കും, ഞാൻ നിന്നെയൊക്കെ അങ്ങനെ ചെയ്യും, നീയൊക്കെ നാണമുണ്ടോടാ, മറ്റവനെ മറിച്ചവനെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോക്കാരെ കിടന്ന് ഓരോ ചീത്ത വിളിക്കുമ്പോഴാണ് അവരിത് വീണ്ടും എടുത്തു കൊണ്ടുവരുന്നത്. നിനക്കൊക്കെ എന്നെപ്പറ്റി പറയാൻ നാണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത്. ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യമാണ് ഒരു പെണ്ണ് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഹനാൻ പറഞ്ഞൊരു കാര്യം. അത് നമ്മുടെ ഷബീന ബീബിയുടെ ചാനലിനകത്താണ്. എപ്പോൾ നടന്ന കാര്യം എന്നറിയാം, സുധി മരിച്ച സമയത്ത് അങ്ങനെ നടന്ന സംഭവമാണ്. ഇത് പുറത്ത് വന്നത് ബിഗ് ബോസിൽ പോയ സമയത്താണ്. ഇപ്പോഴും ആ കാര്യങ്ങൾ കമൻറ്റിലൂടെയാണെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാണെങ്കിലും എടുത്ത് പറയാൻ വരുന്നത്. ഇപ്പം നമുക്ക് അതുകൊണ്ട് പുള്ളിക്കാരി ഇതുവരെ ഹനാനെതിരെ ഇതുവരെ ഒരു അക്ഷരവും വേണ്ടിയിട്ടില്ല. പക്ഷേ അത് റിയാക്ട് ചെയ്യുന്നവരെ ഇവർ കിടന്ന് ചീത്തയും വിളിക്കുന്നുണ്ട്. അതാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. നമ്മളെ ഇപ്പോൾ ഒരാൾ മോശമായിട്ട് പറഞ്ഞ് നമ്മളെ വേറൊരാളത് പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കളിയാക്കിയ ആളോടല്ലല്ലോ ചൂടാകുന്നത്. ഇതാരും ഇവരോട് പറഞ്ഞു എന്നോർത്തിട്ട് അവരെയല്ലേ നമ്മൾ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. അതേ ഉള്ളൂ. എൻ്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെയാണ് കേട്ടോ. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആര് എൻജോയ് ചെയ്യുന്നു? പുള്ളിക്കാരി പറയുന്നത് അതൊക്കെ എല്ലാവരും എടുത്ത് വെച്ച് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പം നിങ്ങളോടുള്ള ദേഷ്യം വരുമ്പോഴാണ് അത് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഹനാൻ പറഞ്ഞൊരു പഴയ കാര്യം കുത്തിപ്പൊക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആ ഒരു പ്രശ്നത്തിനെതിരെ പ്രതികരിക്കാത്തതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിന് ഈ ഒരു കാര്യം ഇത്ര ഇവർ പറഞ്ഞു വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് വേറൊന്നുമല്ല. ഇവർ ഇതിൻ്റെ സത്യം എന്നതാണെന്ന് അറിഞ്ഞിട്ടേ ഇവർ പോകുകയുള്ളൂ. അതായിരിക്കും ഇവർ ഹനാനിനോടാണ് ചോദിക്കാൻ വരുന്നതെന്ന് കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഇത്രയും നാൾ പ്രതികരിക്കുന്നില്ല എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവർ ഹനാനായിരിക്കും പ്രതികരിക്കും. ഇവരിപ്പോൾ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഇവർ മലയാറ്റൂർ മല കയറാൻ പോയ കഥയൊന്നും അല്ല കേട്ടോ ഇത്. അതൊക്കെ മേലെ ഇച്ചിരി അഭിഗതമാണ് പറഞ്ഞു വരുന്നത്. അത് ഇവർ പറഞ്ഞു വരുന്നത് ഞാൻ ഓർത്ത് കേട്ടോ ഇവർ ഹനാനെ ആയിരിക്കും പറയാൻ വരുന്നത്. പക്ഷേ ഹനാനെ ഇവരൊന്നും പറയാൻ തയ്യാറല്ല.
അത് എനിക്ക് മനസ്സിലാകാത്തത്. ഹനാനെ ഇവരൊന്നും പറയാൻ തയ്യാറല്ല. ഇവരിത് പറയുന്നവരെയാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് പറയുന്നവർ, ഇത് റിയാക്ട് ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിനക്കൊക്കെ എന്നാത്തിൻ്റെ സൂക്കേടത്. അതെനിക്കൊന്ന് ഡാനി സത്യൻ്റെ ചാനൽ അത്ര ഇന്നലെയും കണ്ട് ഇത് വന്ന് അവരെയൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, ഈ ഒരു കാര്യം മാത്രം നീ പ്രതികരിച്ച് കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഹനാൻ പറഞ്ഞ വോയിസ് ഒക്കെ എടുത്ത് പുള്ളി പുറത്തിട്ടായിരുന്നു. അതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇത്ര റിയാക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര ഫീലായിപ്പോയി. അവിടെയൊക്കെ ചെന്ന് ഇങ്ങനെ ആടി തിമിർത്ത് കിടക്കുന്ന സമയത്ത് ഈ മാതിരി കഥകളൊക്കെ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നാണക്കേടല്ലേ. അതുകൊണ്ടാണ് പുള്ളിക്കാരി അത് റിയാക്ട് ചെയ്തവരെയാണ് ചീത്ത വിളിക്കുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ച് സൗമ്യമായിട്ടൊക്കെ പറഞ്ഞു വന്നിച്ച് പെട്ടെന്ന് ആ ഒരു തനി കൂറ സ്വഭാവം വരുന്നുണ്ടാണേ. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട്. ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു ഗർഭം ഉണ്ടായി അത് അബോർട്ട് ചെയ്ത് അതിൻ്റെ ഉത്തരവാദിയെ നാട്ടുകാർ പിടിച്ചുകൊണ്ട് കൊടുക്കാനെന്ന്. നാട്ടുകാർക്ക് അതിനല്ലേ പണി, നാട്ടുകാരത് പിടിച്ചുകൊണ്ട് കൊടുക്കാനെന്ന്. ഇതൊക്കെ പറയാൻ തന്നെ ഇവർക്ക് നാണമുണ്ടോ? അവർ പറയുന്ന ദിവ്യഗർഭം, ഇവർ നാൾ മാതാവിനെ കൂട്ടി സാമ്യപ്പെടുത്തിയായിരുന്നു. മാതാവിന് ദിവ്യഗർഭം ഉണ്ടായ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദിവ്യഗർഭം എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരി ഇനി പറഞ്ഞു പിടിച്ച് അതാണോ ആക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാണേലും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. നാണമുണ്ടോ ഇവർക്ക്? ഇവർ കാണിച്ച തോന്നിവാസം പബ്ലിക്കായിട്ട് വന്ന് ഒരാൾ പറഞ്ഞ ആളുടെ പേരിൽ ഇവർക്ക് പ്രശ്നമില്ല. അവരോട് ഇവരൊന്നും പറയുന്നില്ല. അവരുടെ പേരിൽ അവരൊന്നും കാര്യം പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ചീത്ത വിളിച്ച തെളിവ് സഹിതം പുറത്തോട്ട് കൊണ്ടുവരുമെന്നറിയാം. അതുകൊണ്ടാണ് അന്ന് തന്നെ ഹനാൻ അത് കുറേയൊക്കെ തെളിവ് സഹിതമായിട്ട് വിട്ടത്. പിന്നെ ഹനാൻ കാണിച്ചതും നല്ല കാര്യമൊന്നുമല്ല. സുഹൃത്തുക്കളായിട്ട് ഇരിക്കുന്ന സമയത്ത് അത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളായതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ആ രഹസ്യം അവരോട് പറഞ്ഞത്. അതെടുത്ത് പുറത്തോട്ടിടുക എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്തിന് പറ്റിയ കാര്യമല്ലായിരുന്നു. പിന്നെ ഹനാനെ ഇത്രയും ഇതിനകത്ത് ഇനി വെല്ലുവിളിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുടെ കേൾക്കാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു, കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളി ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയായിരുന്നു. ഹനാൻ എൻ്റെ സുഹൃത്തായിരുന്നു, എങ്ങനെ തിരിഞ്ഞു എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ, എൻ്റെ ആത്മാർത്ഥ കൂട്ടായിക്കോട്ടെ, എൻ്റെ ചങ്കായിക്കോട്ടെ, ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് 4 പേരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചങ്കും ചിങ്കും ഒക്കെ മാറ്റി വെക്കും. അതിനെതിരെ ബാക്കി കാര്യങ്ങൾ നോക്കും. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ അറ്റം കാണുന്നതിന് വരെ ഞാൻ പോകും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞ അന്ന് തന്നെ, ഒന്നാമത് എന്നാന്ന് ചോദിച്ചാൽ ഇവരിങ്ങനെ നിങ്ങൾ തെളിവ്, പിന്നെ ഇവരിപ്പോൾ പറയുന്നത് നിങ്ങൾ തെളിവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഈ റിയാക്ഷൻ മീഡിയക്കാരെ നിങ്ങൾ വെറുതെ ഇട്ട് ഇതാക്കരുത്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്. നിങ്ങളിങ്ങനെ വെല്ലുവിളിച്ച പല കാര്യങ്ങളും തെളിവ് സഹിതം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരാദ്യം വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭർത്താവ് എനിക്കുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്നതെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഭർത്താവിനെ കൊണ്ടുവന്നു, സുധിയുടെ ഭാര്യയെ കൊണ്ടുവന്നു, 2ാമത്തെ ഭാര്യയെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോ കാര്യം. രേണു 2ാമതാണ് സുധി കല്യാണം കഴിച്ചത്, എന്നെല്ലാം ഡീറ്റെയിൽസ് പുറത്ത് കൊണ്ടുവന്നു. ഈ റിയാക്ഷൻ മീഡിയക്കാരെന്ന് പറഞ്ഞുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും ആൾക്കാർ. ഇതാണ് തെളിവുകളെന്നും പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ചുമ്മാ ഇരുന്ന് വെല്ലുവിളിക്കുക. ഹനാനെ മാത്രം ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു പണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിരിഞ്ഞ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹനാന് പറ്റുമെങ്കിൽ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല, കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചെന്ന്. നിനക്കൊക്കെ നാണമാകുന്നില്ല? ഇതിൽ ശരിക്കും ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് നാണമാകുന്നില്ലേ? ഇവരുടെ കള്ളഗർഭം കൊണ്ടുവന്നേച്ച് ഇങ്ങനെ ഇരുന്ന് പറയട്ടെ, ഇവർക്ക് നാണമാകുന്നില്ലേ? ഇവരിപ്പോൾ ഭയങ്കര ഇടങ്ങ് ഇറങ്ങിയേക്കുവാണ്. കമൻറ്റിലാണെങ്കിലും ആരെങ്കിലും എന്നിൽ ഒന്ന് പറഞ്ഞ് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ആ കമൻറ്റ് എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അവരെ റിയാക്ട് ചെയ്യുക, അവരെ തെറി വിളിക്കുക. ഇതൊക്കെ പുള്ളിക്കാരി വലിയൊരു വിവരമില്ലായ്മയാണ്. കാര്യം അങ്ങനെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഈ സിനിമാ നടന്മാരെയൊക്കെ എത്രയോ പേര് എന്നെല്ലാം പറയുന്നുണ്ട് ഇല്ലേ? അതിനേ നേരം കാണുള്ളൂ. റിയാക്ട് ചെയ്യാൻ നിന്നാൽ, കമൻറ്റ് വരുന്നതിനൊക്കെ അങ്ങനെയൊക്കെ പറയാൻ നിന്നാൽ അതിനേ നേരം കാണുള്ളൂ. ഇവരിപ്പോൾ ഇതാരെങ്കിലും കൊണ്ടുവന്നു, ഇവരിത് മിണ്ടാതിരുന്നാൽ മതി. ഇത് വീണ്ടും എടുത്ത് അടുത്ത ആൾക്കാർ ഒന്നും കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇവരിത് കൊണ്ടുവന്നത്. അവരിപ്പോൾ അത് പറയുന്നു, നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഇവർക്കല്ലേ നാണമില്ലാത്തത്? സ്വന്തം അവിഹിതമാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഉണ്ടേലും ഇല്ലേലും നിൻ്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. നാണോ മാനോ ഇല്ലേ?
ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല ഇരിക്കുവായിരുന്നു. ഹനാന്റെ വോയിസിനോട് എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ലായിരിക്കാം. നമ്മളെപ്പറ്റി ഇവർക്ക് സുധി അവർ ഹനാൻ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്, സുധി മരിക്കുന്നതിന് മുമ്പേ തൊട്ട് ആ പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, സുധി മരിച്ചു കഴിഞ്ഞും ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ ഗർഭിണിയായി ആ ഗർഭമാണ് കൊണ്ടുപോയി അബോർഷനാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ചെറിയ കാര്യമാണോ? ഒരു ചെറിയ കാര്യമാണോ? ഒരു പെണ്ണ് ഭർത്താവ് എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്നിടത്ത് ഇങ്ങനൊരു തോന്നിവാസം ഇവരെ പറ്റി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇവരിത് അന്നേ നിർത്തണമായിരുന്നു. ഇവരത് കേട്ട് ഇവർ ബിഗ് ബോസിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവരിത് അറിഞ്ഞു. ഇവരെ വന്ന സമയത്ത് തന്നെ ഒന്നും നിങ്ങൾ ഒരുപാട് മെനക്കെട്ട് കാര്യത്തിനൊന്നും പോകണ്ട, നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്താൽ മതിയായിരുന്നു. ഞാനൊരു വിധവയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നതാണ്, എന്നെപ്പറ്റി ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും നാളെ ആകുന്നുള്ളൂ, അതിന് മുമ്പ് എന്നെപ്പറ്റി ഇങ്ങനെ ഒരു വൃത്തിയായിട്ട കാര്യങ്ങൾ ഇറങ്ങുന്നു, എനിക്കിത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ ഹനാനെ അവിടെ വിളിപ്പിച്ച് ഹനാനോട് ചോദിക്കും. ഹനാൻ വരേണ്ടി വരും ഇവിടെ. ഹനാൻ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ പോലും, ഞാനാണെന്ന് പറഞ്ഞാൽ പോലും, ഞാനിപ്പോൾ ഇവരെ പറ്റി ഇങ്ങനെ ഒരു തോന്നിവാസം പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. അങ്ങനെ പറയാനുള്ളൊരു യാതൊരു അധികാരവും ഇല്ല എനിക്കെന്നല്ല ആർക്കുമില്ല. ഇപ്പോൾ എന്നെ പറ്റിയുള്ള ഒരാൾ ഇങ്ങനെ ഇത് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാര്യം അതിൻ്റെ സത്യമല്ല എന്നുള്ള സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റേത്. അവൾ വന്ന് രഹസ്യമായിട്ട് പറഞ്ഞ് ചെല്ല പോയത്. ഷബീന ബീവിയുടെ ചാനലിനകത്തൊരു അത് പുറത്ത് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ തെറ്റുപരി ചെയ്തിട്ടില്ലെങ്കിൽ ഹനാൻ്റെ കാര്യത്തിൽ ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ ബാക്കി എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നുണ്ടല്ലോ. പല്ലിന്ന് വിളിച്ച് അവർ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അവരെ തെറി വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രജീഷിനെ ചേർത്ത് വേണ്ടതിനെ പറഞ്ഞപ്പോൾ ഇവർ പ്രതികരിച്ചു. പ്രജീഷിനെ ചേർത്ത് വേണ്ടതിനെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രജീഷിനെ അതിനെതിരെ ഒരു ശക്തമായിട്ട് അവർ പ്രതികരിച്ചു. അങ്ങനെയൊക്കെ ഇവർ ആ ഒരു കാര്യത്തിനൊക്കെ ഇവർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തോ നിസ്സാര കാര്യമാണോ? ഒരു നിസ്സാര കാര്യമാണോ? ഒരു പെണ്ണ് ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് ഒരു ഇതിലൂടെ, ഭർത്താവ് മരിച്ചതായിക്കോട്ടെ മരിക്കാതായിട്ട് എന്നതായിക്കോട്ടെ, ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനൊരു തോന്നിവാസം പറയുന്നത് ഒരു നിസ്സാര കഥയാണോ? അത് നിസ്സാര കാര്യമാണോ? അതൊരു തമാശയിൽ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ അവർ പറയുന്നു ഹനാൻ കൊണ്ടുപോട്ടെ. ഹനാനൊന്നും വെല്ലുവിളിക്കില്ലേ രേണു? ചിലപ്പോൾ ഹനാൻ ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ ഇതിനകത്ത് ഇവർ ലാസ്റ്റ് പറയുന്നൊരു കാര്യങ്ങൾ കേട്ടോണേ, ഇവർ പഠിച്ച കളി അതുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ പറയാം, ഇതൊക്കെ ബാക്കിയോടെ കേട്ടെ. കൊണ്ടുവരട്ടെ ഉത്തരവാദിയെ, ഒരു 22 വയസ്സുള്ള ചെറുക്കനെ പറഞ്ഞില്ലേ, ചെറുക്കനെ കൊണ്ടുവരട്ടെ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു. CC ക്യാമറ കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്ന് ആണില്ലാതെ പെണ്ണ് ചേർത്ത്. അത് ഞാൻ കേട്ടിട്ടില്ല, ഫിറോസ് പറഞ്ഞ കാര്യം കേട്ടോ, കേൾക്കാത്ത കാര്യം ഞാൻ പറയത്തില്ല. പിന്നെ കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്, ഈ വെല്ലുവിളി സ്വീകരിച്ച് ആരെങ്കിലുമൊക്കെ ഇത് കുത്തിപ്പൊക്കി തെളിവ് സഹിതം ആരെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വന്നാൽ രേണു നീ തന്നെ നാറുള്ളൂ, വേറെ ആരുമല്ല. വീണ്ടും അത് റിയാക്ഷൻ മീഡിയക്കാർക്ക് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനൊരു കാരണമാകും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നീ ഇങ്ങനെ വെല്ലുവിളിക്കുന്നതുകൊണ്ടാണ് നിന്നെ എല്ലാവരും വന്ന് വീണ്ടും വീണ്ടും റിയാക്ട് ചെയ്യുന്നത്. നീ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചെന്നും പറഞ്ഞു, അത് കള്ളമാണെന്നുള്ളത് പറഞ്ഞ് എല്ലാവരും അത് അങ്ങനെ ഒരു സംഭവം അല്ല തെളിവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തെളിവ് വരെ കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നത് പറഞ്ഞ കാര്യം എന്നതാ, നിങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സുധിയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ വന്നു. അത് കള്ളമാ, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, ഇവന്മാർ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. അതും തെളിവായിട്ട് കൊണ്ടുവന്നു. വെറുതെ ഇരുന്ന് വെല്ലുവിളിക്കാതെ നിങ്ങൾ ആദ്യം ഒരു പൊടിക്കൊന്ന് അടങ്ങ്, നിങ്ങൾ ഒരിച്ചിരി ഒന്ന് ഒതുങ്ങ്, നിങ്ങൾ നിങ്ങളുടെ തൊഴിലും ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കി മാത്രം നിങ്ങളങ്ങ് നടക്കുക. അപ്പോൾ പിന്നെ ആരും റിയാക്ട് ചെയ്യാൻ വരത്തില്ല. നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഓരോരുത്തർ സംസാരിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ അഭിനയവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളങ്ങനെ നടക്കുക. ആരും നിങ്ങളുടെ ഒന്നും പറയാൻ വരത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമുള്ള ആൾക്കാർക്ക് അത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇല്ല ആരും റിയാക്ട് ചെയ്യാൻ വരത്തില്ല. ആകത്തില്ലല്ലോ, മനസ്സിലായി? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ, ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ. അതെനിക്ക് മനസ്സിലായില്ല. ഈ ഒരൊറ്റ ചോദ്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം. പീഡനം എന്ന് പറഞ്ഞാൽ എന്നതാണ്? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമില്ലാതെ നമ്മൾ ഉപദ്രവിക്കുന്നതിനാണ് പീഡനം എന്ന് പറയുന്നത്. ഇത് അവിഹിതമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി നടന്നതാണെന്നാണ് പറയുന്നത്. പീഡനമാണെങ്കിൽ നിങ്ങൾ എന്നേ കേസ് കൊടുത്തായിരുന്നേനെ. ചുമ്മാ ആവശ്യത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാതെ രേണു. നിങ്ങളെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ അത് വകുപ്പ് വേറെയാകും. ഇങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവൻ തെളിവ് സഹിതം കൊണ്ട് ഇങ്ങോട്ട് വരും. പീഡനമല്ലേന്ന്, അങ്ങനെ ഉണ്ടായി അത് അബോർഷൻ ചെയ്തെങ്കിൽ അത് പീഡനമല്ലേന്ന്. അങ്ങനെ അവിഹിതത്തിലൂടെ ഉണ്ടാകുന്ന അബോർഷൻ ചെയ്തോണ്ട് ഇതാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കുഴപ്പം. സമ്മതത്തോടു കൂടെ പോയി കിടന്ന് എല്ലാം സംഭവിക്കും. പിന്നെ ഒരു ഗർഭമോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ അത് നേരെ തിരിച്ചാവും, പീഡനമാകും. ഇതിനൊക്കെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആണുങ്ങളെ ചുമ്മാ ഇനി അങ്ങനെ കുരിശി കയറ്റാനൊന്നും പറ്റത്തില്ല.
അങ്ങനെ കുരിശിക്കയറ്റം ചെന്നാൽ അതിനുള്ള നിയമം കാര്യമുണ്ട്. ഉള്ളേ കിടക്കും നമ്മൾ ഈ ചെല്ലുന്നവർ കള്ളത്തരത്തിലൂടെ ചെന്ന് ഒരു മനുഷ്യനെ ചതിയിലൂടെ ചെന്ന് പെടുത്താൻ നോക്കിയാൽ ആ പെടുത്താൻ ചെല്ലുന്ന പെണ്ണ് ഉള്ളേ കിടക്കുമെന്നാണ് പറയുന്നത്. അത് നോക്കി എവിടെ കൊണ്ട് പുള്ളിക്കാരത് വെച്ചെന്ന് നോക്കി പീഡനത്തിൽ കൊണ്ടുവച്ചു. പീഡനം ആയിപ്പോയത്. പുള്ളിക്കാരിയുടെ ഇഷ്ടപ്പെട്ട ഒരുത്തനുമായിട്ട് ഇഷ്ടമായിരുന്നു, അവനുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഗർഭം ധരിച്ചെന്നാണ് ഹനാൻ പറയുന്നത്. അതെങ്ങനെ പീഡനമാകും? അത് പീഡനമാകുമോ? ഒന്നെങ്കിൽ ഇവർക്ക് സംസാരിക്കാൻ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം ഇവർക്ക്, അല്ലെങ്കിൽ ഇവർ ബുദ്ധിപൂർവ്വം കളിക്കുന്നതാണ്. എന്നാന്ന് ചോദിച്ചാൽ അത് പീഡനം എന്ന് പറയുമ്പം ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആളൊരിക്കലും പുറത്ത് വരികയില്ല. ആളൊരിക്കലും പുറത്ത് വരത്തില്ല. കാര്യം അത് പീഡനമല്ലേ. അവർക്ക് എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് വരികയില്ല. ഹനാൻ ഇനി ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനായിട്ട് പോയാൽ തന്നെ പീഡനമാണെന്ന് അറിയുമ്പോഴത്തേക്ക് ആരെങ്കിലും കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുമോ? ഞാനാണ് അവളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആരും വരുമോ? ആരും വരികയില്ല. തന്നെ ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ. മനസ്സിലായാലും അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇവക്ക് അവിഹിതത്തിൽ ഇവള് പോയി വല്ലവൻ്റെയും കൂടെ കിടന്നതിൻ്റെ തെളിവ് തപ്പം വരണം നാട്ടുകാർക്ക് നേരെ. നിങ്ങൾ വല്ലവൻ്റെയും കൂടെ പോയി കിടന്നതിൻ്റെ തെളിവല്ല ഇവർ പറയുന്നത്. ഇവരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഈ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു, തെറി വിളിക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ ആരുടെയും കൂടെ പോയി കിടന്ന് എന്നേലൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആർക്കും അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കത് ചെയ്യാം, ഇനിയും വരാം, ഇനിയും നിങ്ങൾക്ക് അവിഹിതം ഉണ്ടാക്കാം, എന്നാ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പൊള്ളുന്നുണ്ട്. നിങ്ങൾ ഹനാനെ ശരിക്കും ഭയക്കുന്നുമുണ്ട്. നിങ്ങൾ ഹനാനെ. ആ ഹനാൻ്റെ പേര് പറയുന്നതിന് വരെ വരുമ്പോൾ നിങ്ങളൊന്ന് പതുങ്ങിയാണ് പറയുന്നത്, ഒന്ന് പമ്മുന്നുണ്ട് നിങ്ങളവിടെ. ബാക്കിയുള്ള റിയാക്ഷൻ മീഡിയക്കാരെ നിങ്ങൾ വിളിക്കുമ്പം നല്ല ശബ്ദമാണ്, നല്ല ശബ്ദത്തിൽ നിങ്ങൾ ഉറച്ചാണ് പറയുന്നത്. നിങ്ങൾ അവിഹിതത്തെ കൊണ്ട് ഗർഭം അലസിയതും അതിൽ ആ ഗർഭം ഉണ്ടാക്കി തന്നവനെ കണ്ടുപിടിക്കലല്ലേ നാട്ടുകാരുടെ പണി. നിങ്ങൾ എന്നാത്തിനാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ വില തന്നെ പോവാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ട്, നിങ്ങൾ ആ ഗൾഫിൽ കിടക്കുന്നു, നിങ്ങളിനി അവിടെ നിന്ന് ഈ കേരളത്തിലെ മണ്ണിലേക്ക് വരികയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ല. അവിടുത്തെ പരിപാടി കഴിയുമ്പോൾ നാട്ടിലേക്ക് തന്നെ വരണം, സ്വന്തം നാട്ടിലേക്ക് തന്നെ വരണം. സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാരെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊക്കെ എങ്ങനെ പുറത്തറിയാം. പിന്നെ അവർക്കൊന്നും വിഷയമായിരിക്കില്ല. പക്ഷേ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന സുധിയുടെ വീട്ടുകാരെയും ബാധിക്കുന്നുണ്ടായിരിക്കും. അവരും ഇതൊക്കെ കേട്ട് എത്രയെണ്ണം 10 പേര് ചോദിക്കുമ്പോൾ നാണക്കേടല്ലേ? ഒരു 10 പേര് ചോദിക്കുമ്പോഴത്തേക്ക് എത്രയുള്ള ഒരു നാണക്കേട് തോന്നത്തില്ലേ? എൻ്റെ പൊന്നു രേണു, നിന്നെക്കൊണ്ട് പറ്റുന്ന ഒറ്റൊരു കാര്യമുള്ളൂ. നീ സുധിയെ ഇച്ചിരിയെങ്കിലും സ്നേഹിച്ചെന്ന് പറഞ്ഞ് സത്യമാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. എവിടെയെങ്കിലും കിടന്ന് ആരെങ്കിലും എന്നിലൊക്കെ പറയട്ടെ എന്നൊന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോലങ്ങൾ കാണിക്കാതിരിക്കുക. ഇത്രയും മാന്യമായിട്ട് സംസാരിച്ച വ്യക്തി, ദിവ്യഗർഭം വരെ പറഞ്ഞല്ലോ എനിക്ക് ദിവ്യഗർഭം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചൊരു വ്യക്തി, ഇന്നലെ ഞാൻ വീഡിയോ ചെയ്ത ഒരിതാണ്. നിങ്ങൾ ഈ ഒരു കാര്യം നോക്ക്. പുള്ളിക്കാരി ഈ പറയുന്ന ഒരു വാക്കും കാര്യങ്ങളും എത്രമാത്രം ഇവരുടെ ശരിക്കുള്ള ക്വാളിറ്റി, ഇവരാരാന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരെങ്ങനെയാണ് ഈ ഹനാൻ പറഞ്ഞാൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇവൾ ഈ സംസാരിക്കുന്ന കൊച്ചിന് ചിലപ്പോൾ 18 വയസ്സേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 20-21 വയസ്സ് കാണുമായിരിക്കും. രേണു എന്ന ആളുടെ ശരിക്കുമുള്ള മുഖങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് ഈ പറയുന്നത്. എന്നാണേലും ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് റിയാക്ട് ചെയ്താണ്, പക്ഷേ ഇതൊന്നും കൂടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ എടുക്കട്ടെ, എടുത്തോ മോനെ, സബ്സ്ക്രിപ്ഷൻ എടുത്തോ. സബ്സ്ക്രിപ്ഷൻ എടുത്തോളോട് ചോദിച്ചാൽ മതി എങ്ങനെയുള്ളത്. ആ ചെമ്പരത്തി ബാറിലിരുന്നാണ് ഇവർ ഈ കാര്യം സംസാരിച്ചേക്കുന്നത്. അവർ പറയുന്നത് കേട്ടോ, എടുത്തോ മോനെ, പൊളിയാണ്. ആ മുഖമൊക്കെ പോകുന്ന രീതി കണ്ടു. എത്ര അവരാരായി എന്നതാന്നുള്ളതാണ് അവരുടെ മുഖത്ത് കാണിക്കുന്നുണ്ട്. അവരത് എന്നത് അതെടുത്ത് കണ്ടവരോട് ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇവരതിനകത്ത് എന്നതാ കാണിക്കുന്നതെന്നുള്ളത് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ മറ്റുള്ള സിനിമാ നടന്മാരെയാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാമ്യപ്പെടുത്തുന്നത്. എത്ര സിനിമാ നടിമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു, അവരുടെ ഒന്നും വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് നീ ഒന്ന് പോയി പേടിച്ചെന്ന് കയറി കാണും. അതിനകത്ത് അവരിങ്ങനെ നീ കാണിക്കുന്നത് വൃത്തികളാണോ കാണിക്കുന്നത് നിനക്ക് മനസ്സിലാകും. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഇത് ഈ മാന്യമായിട്ട് ഇപ്പോൾ ഗർഭത്തിൻ്റെ കാര്യം മാന്യമായിട്ടിരുന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ഇത് എത്രയാണേലും ഇവരുടെ ഭർത്താവിൻ്റെ, എന്നാലെപ്പോഴും സുധിയുടെ ഭാര്യ എന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത്. ആ സുധിയുടെ ഭാര്യയായിട്ട് നടക്കുന്നിടത്ത് എനിക്കൊന്ന് ഈ ഹനാൻ ഇത്ര ഇത് എതിർക്കാനുള്ള കാര്യം എന്നായിരിക്കും അറിയാം. ഈ സുധി എന്നും പറഞ്ഞിങ്ങനെ 24 മണിക്കൂർ ഇവർ നടക്കുന്നു. ബിഗ് ബോസിൽ ചെന്നപ്പോഴും സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറിയത്. അപ്പോൾ ഇത്രയും കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് അറിയിക്കാനായിരിക്കും അവർ ചിലപ്പോൾ അത് പറഞ്ഞത്.
അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. പിന്നെ അതിൽ സത്യങ്ങളില്ലെങ്കിൽ ഇവർക്ക് ശക്തമായിട്ട് ഇവർ അന്നേ എതിർത്തായിരുന്നേനെ, അന്നേ ഹനാനുള്ള പണി ഇവർ കൊടുത്തായിരുന്നേനെ. ഇവരുടെ സുഹൃത്താണെന്നോ ആരുമാണെന്നോ ഇവർ നോക്കിയാൽ ഇവർ പണി കൊടുത്തായിരുന്നേനെ. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ഒരു കാര്യം കൊണ്ട് വന്നത്. ഇപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ വളർത്തിയൊരു മകനുണ്ടല്ലോ കിച്ചു, അവരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഈ പറഞ്ഞ ഈ ഒരു ഭാഷ. എത്ര പേരൊക്കെ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തു, എത്ര പേര് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നു. അതുകൊണ്ട് മാനമുണ്ടോ അഭിമാനമുണ്ടോ എന്ന് റിയാക്ഷൻ മീഡിയക്കാരോട് ചോദിക്കാൻ പറയണ്ട. മാനമുണ്ടോ അഭിമാനമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ കാണിച്ച ഈ വീഡിയോ കാണുമ്പോൾ സ്വയം മനസ്സിലാകും മാനവും അഭിമാനവും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. റിയാക്ഷൻ മീഡിയക്കാർ തുണിയില്ലാതിരുന്നല്ല വീഡിയോ ചെയ്യുന്നത്, അവർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവരിപ്പോൾ ഇത്രയും ഇതൊക്കെ ഓരോന്ന് കൊണ്ടുവരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അറിയുമോ? ഇപ്പോൾ ആ ഒരു കള്ള് ഷാപ്പും എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇറക്കിക്കുന്നുണ്ട്. ഇവരെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇവരിങ്ങനെ അതിനേക്ക് വേണ്ടി ഒരു ഇതും കൂടെ ആക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ രേണുസുതി എന്ന് പറയുമ്പോഴത്തേക്ക് 24 മണിക്കൂർ ഇരുന്നുകൊണ്ട് രേണുസുതി ദൈവത്തെ ഓർത്ത്. പണ്ട് എനിക്ക് ഇവർ ഈ രേണുസുതി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയാം, ആദ്യത്തെ കൺമണിക്കകത്ത് അതാണ് ഈ ഉറുമീസ് എന്ന് പറഞ്ഞ് പ്രേംകുമാർ പറയുന്നുണ്ട്. അതുപോലെ ഇരിക്കുന്നു. നമുക്കും എല്ലാ ഭർത്താക്കന്മാരുണ്ട്, നമ്മളാ പേര് ചേർത്ത് പറയും. 24 മണിക്കൂറും നമ്മളിങ്ങനെ ഈ പേര് പറഞ്ഞ് നടക്കും. പണ്ടുള്ളവർ പറയാറുണ്ട്, ഈ ഓവർ വിനയം കാണിക്കുന്നവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അതേസമയം ചില ദേഷ്യം കാണിക്കുന്നവരെ നമ്മൾ അധികം പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എന്ന് പറയുന്നത് പുള്ളിക്കാർ ഓവർ വിനയം കാണിക്കുന്നുണ്ട്, പക്ഷെ അതിലേറെ പുള്ളിക്കാരുടെ പല കാര്യങ്ങളും പുറത്തോട്ട് വരുന്നുണ്ട്. ഇന്നലെ ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരോട് പുള്ളിക്കാരുടെ അവിഹിതം ഗർഭം ഉണ്ടാക്കിയവനെ തപ്പിക്കൊണ്ട് വരാനൊക്കെ പറയാൻ നാണമുണ്ടോ ഇവർക്ക്? ഇച്ചിരിയേലും നാണമുണ്ടോ? അത് ഇവരുടെ കൂട്ടുകാരി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നല്ല മറുപടിയാണ്. ഇതൊക്കെയാണോ നല്ല മറുപടി? ഇത് ആരെപ്പറ്റി ആരാ പറയുന്നത്? സ്വന്തമായിട്ടുള്ള വൃത്തികേടുകളാണ് ഈ പറയുന്നത്, അല്ലാതെ വേറൊരുടെ കാര്യമല്ല പറയുന്നത്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ളവരെ പോയി തപ്പിപ്പിടിച്ചോണ്ട് വരാനെന്ന് പറയുന്നത്. അങ്ങനെ തപ്പിപ്പിടിച്ചോണ്ട് വരാൻ പറയാൻ ഇത്രയും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കേസ് കൊടുക്കണം. കേസ് കൊടുത്തേച്ച് ഹനാനോട് തന്നെ പറയണം, മുന്നിൽ കൊണ്ടുവരാൻ പറയണം. എന്നാലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം ഒരു അന്തസ്സുണ്ടായിരുന്നേ. ഇത് ഹനാനെ പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല, ഹനാൻ പാവം. ഹനാനോട് എനിക്കങ്ങനെ പിണക്കമൊന്നുമില്ല, എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടല്ല എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഹനാനോട് പറഞ്ഞ് അവിടെ തീർന്നു. ബാക്കി റിയാക്ഷൻ മീഡിയക്കാർ തപ്പിയെടുത്തുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ വേറെ പഴയ കാമുകനെയും പഴയ കെട്ടിയോനെയും പിന്നെ ഔദ്യത്തിൽ ഗർഭം ഉണ്ടാക്കിയവനെയൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് നടക്കാനല്ലേ റിയാക്ഷൻ മീഡിയക്കാർക്ക് നേരെ. അപ്പോൾ പോയി നിങ്ങളതിനടുത്ത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഈ മാതിരി നാറിയ വർത്താനം വന്നിട്ട് പറയാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഹൈപ്പും കൂടെ ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്കേ എന്തോ മറ്റുള്ളവരെ നോക്കി ഒരുമാതിരി കൊഞ്ഞനെ കുത്തുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് റിയാക്ട് ചെയ്തത്. ഇല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യലായിരുന്നു ഞാൻ. വേറെ ഒരു വീഡിയോ ഇടാനായിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ അത് വീഡിയോ എടുത്ത് മാറ്റി വെച്ചതാണ്. പക്ഷേ ആ വീഡിയോ ഇടാതെ ഇന്ന് ഈ വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് നമുക്കിത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി നമുക്ക് തന്നെ അങ്ങ് ദേഷ്യം തോന്നും. ഇവർക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഓർത്തുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.